പക്ഷേ പോലീസ് ഈ അടുത്ത കാലത്ത് കുറച്ച് എന്തോ ഒരു അധികാരം അവരെ കയ്യിലാണെന്നുള്ള രീതിയിലുള്ള ഒരു പോക്കുകളാണ് കാണുന്നത്. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളത് ചൂണ്ടിക്കാണിക്കും, അതിനെ വിമർശിക്കുകയും ചെയ്യും. അത് പണ്ട് മുതലേ ഞങ്ങളുടെ മുതിർന്ന നേതാക്കൾ ഉണ്ടായിരുന്ന കാലം തൊട്ടേ അതങ്ങനത്തെ ഒരു സമാധാനം ഭാഗത്ത് നിന്ന് വരുന്ന വീഴ്ചകൾ കണ്ടെത്തി അത് മുഖ്യമന്ത്രി അടിയന്തരമായിട്ട് ഇടപെട്ട് അതിനെല്ലാം നീക്കി മാറ്റം വരുത്തി നല്ല രീതിയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും അധികാരത്തിൽ വരുന്നതിൽ യാതൊരു തർക്കവുമില്ല, വരും എന്നുള്ളതാണ് 100% ഉറപ്പ്. നമസ്കാരം സാർ. നമസ്കാരം സാർ, കഴിഞ്ഞ ദിവസം ഒരു പാർട്ടി സമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെ, പാർട്ടി സംസ്ഥാന സമ്മേളനം സമാപിച്ചതേ ഉള്ളൂ. അപ്പോൾ അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പാർട്ടിയിൽ ഉണ്ടായി എന്നൊക്കെ കേട്ടു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിനെക്കുറിച്ച് പറയാനായിട്ട് പാർട്ടി തീരുമാനമെടുത്ത് പത്രങ്ങളിൽ വരുത്തി വന്നതാണത് അഭിപ്രായങ്ങൾ. അത് പൂർണ്ണമായിട്ടും പാർട്ടി ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ സമ്മേളന പ്രതിനിധിയല്ല, അതുകൊണ്ട് അതിനകത്ത് നടന്ന സംഭവങ്ങൾ എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് പറയാനാവത്തില്ല. എങ്കിൽ തന്നെയും ഈ സംസ്ഥാന സെക്രട്ടറി ചില പോലീസുകാരുടെ ചില ഇടപെടൽ നടത്തിയതും അതിൻ്റെ ആധികാരികമായിട്ടുള്ള കാര്യത്തിൽ എത്തിച്ചേരാതെയും അവഗണിച്ച് മറ്റുള്ള പരാതിക്കാരെ ബുദ്ധിമുട്ടിക്കലും ചില പോലീസ് മർദ്ദനങ്ങളും നടത്തിയതിനെ പറ്റിയൊക്കെ ചൊല്ലി സംസ്ഥാന സെക്രട്ടറി വളരെ വിശദമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു പ്രതികരണത്തോട് ഞങ്ങളുടെ പാർട്ടി എന്ന് പറയുന്നത് ഞങ്ങളത് മൂല്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതിനോടൊപ്പം യോജിച്ച് നിൽക്കുന്ന പ്രവർത്തകരാണ് ഞങ്ങളെല്ലാവരും. അതിലൊന്നും തർക്കമില്ല. പക്ഷേ പോലീസ് ഈ അടുത്ത കാലത്ത് കുറച്ച് എന്തോ ഒരു അധികാരം അവരെ കയ്യിലാണെന്നുള്ള രീതിയിലുള്ള ഒരു പോക്കുകളാണ് കാണുന്നത് പല മേഖലയിലും. പക്ഷെ അതങ്ങനെ വെച്ച് വാഴ്ത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ രീതിയിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാനാണ് ആഭ്യന്തരം മുതിരേണ്ടത്. ആ ആഭ്യന്തരം തന്നെ എന്തോ ഒരു മന്ദഗതിയിലാണ് ഇപ്പോൾ അതിനെ കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്നത്. ഇത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ എന്തിനു വേണ്ടിയാണെന്നുള്ളത് വരുന്ന ആളുകളിൽ നമുക്ക് പരിശോധന നടത്തി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇപ്പം ഞങ്ങൾ LDF ആയിട്ട് നിൽക്കുമ്പോൾ ഞങ്ങൾ അതിനെ മറികടന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. എങ്കിൽ തന്നെ ആ ചട്ടക്കൂട്ടിനകത്ത് നിന്നുകൊണ്ടുള്ള ഒരു വർത്തമാനമാണ്. ഇപ്പോൾ LDF നിൽക്കുമ്പോൾ ഭരണപക്ഷത്തിരിക്കുന്നവർ എന്ത് ഇത് കാണിച്ചു കഴിഞ്ഞാലും എതിർക്കാൻ പാടില്ല എന്നുള്ളതൊന്നും ഞങ്ങളുടെ അജണ്ടയിലില്ല. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളത് ചൂണ്ടിക്കാണിക്കും, അതിനെ വിമർശിക്കുകയും ചെയ്യും. അത് പണ്ട് മുതലേ ഞങ്ങളുടെ മുതിർന്ന നേതാക്കൾ ഉണ്ടായിരുന്ന കാലം തൊട്ടേ അതങ്ങനത്തെ ഒരു സമാധാനമാണ്. അവസാന കാലഘട്ടത്തിൽ കാനഡയായി നിന്നിരുന്നപ്പോഴും അദ്ദേഹം LDF എന്നുള്ള നിലയ്ക്ക് CPMൻ്റെ എന്തിനെങ്കിലും തെറ്റ് വീഴ്ചകൾ വന്നു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് അതിലോട്ടൊന്നും നമ്മൾ കൈകടത്തുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്ത് നമ്മളെ പത്രങ്ങളിലൊക്കെ നിരന്തരമായി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി നിരപരാധികളായിട്ടുള്ളവരെയും മർദ്ദിപ്പിക്കുകയും അവരെ കേസിൽ ചാർജ് ചെയ്യാതെ അവരെ വേറെ മരണങ്ങൾ സംഭവിച്ചു, അങ്ങനെ പലതും നടക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായിട്ടുള്ള സംഭവങ്ങളാണ്. അത് ജനങ്ങളുടെ ഇടയിൽ വലിയ വിഷയമാകുമ്പോൾ അത് LDFനെയും ബാധിക്കുമ്പോൾ CPMനെയും CPIക്കും ഒരേ തട്ടകത്തിലാണത്. അതുകൊണ്ട് അത് ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. പക്ഷേ അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ LDF എന്നുള്ള നിലയ്ക്കും CPI എന്നുള്ള നിലയ്ക്കും തീരുമാനം എടുക്കേണ്ടത് മേൽ കമ്മിറ്റികളാണ്. അവർ തീരുമാനം എടുക്കുന്നത് എന്തായിരുന്നാലും 100% ഞങ്ങളത് സ്വാഗതം ചെയ്യും. അതിനോടൊപ്പം പ്രവർത്തിക്കാനും ഞങ്ങൾ ഈ പ്രവർത്തകർ മുൻപന്തിയിലുണ്ടാവും. പക്ഷേ ഇത് കുറച്ച് എന്താ പറയുക, ഞാനൊരു പൊളിറ്റിക്കലായിട്ടല്ല പറയുന്നത്, ഇതൊരു സത്യസന്ധമായിട്ടൊരു കാര്യമുണ്ട്. കുറച്ച് പോലീസിൻ്റെ ഒരു അഴിഞ്ഞാട്ടം ഇവിടെ നടക്കുന്നു. അല്ല, ഈ അടിയന്തരാവസ്ഥ കാലത്ത് CPM, അതായത് ഈ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് LDF പ്രതിപക്ഷത്തായിരുന്നു. ചേട്ടൻ അറിയാമായിരിക്കുമല്ലോ അടിയന്തരാവസ്ഥ കാലത്ത് എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത്. അപ്പോൾ അന്ന് ശക്തമായി അതിനെ എതിർക്കുകയും വിമർശിക്കുകയും ചെയ്തിരുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ നമുക്കുള്ളത്. അപ്പോൾ അവർ തന്നെ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് അത് സാധാരണക്കാർക്ക് എത്രത്തോളം ഇവരിലൊരു വിശ്വാസം, ഇനി അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലൊക്കെ ഉണ്ടാകുന്ന ഒരു അതായത് സർക്കാരിനെതിരെ ഒരു ദോഷപ്പേരുണ്ടായിക്കഴിഞ്ഞാൽ അതെല്ലാവരെയും ബാധിക്കത്തില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും
അത് ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. LDF എന്നുള്ള രീതിയിലും CPI അതിന് തെറ്റ് തിരുത്താൻ വേണ്ടിയുള്ള ഒരു കരുതലാണ്, ഒരു ആയുധമാണ് കൊടുക്കുന്നത്. അവർ അങ്ങനെയെങ്കിലും നേരെയാവണമെന്ന് വെച്ചാൽ ഇലക്ഷൻ അടുത്ത് വന്നു, അടുത്ത തുടർ ഭരണം ഉണ്ടാവും എന്നാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. പക്ഷേ അതിലിങ്ങനെ ഒരു വിള്ളലുകൾ വന്നു കഴിഞ്ഞാൽ അത് ജനങ്ങളിൽ ആളിപ്പടരുകയും സർക്കാരിന് തിരിച്ചു വരാനുള്ള ഒരു തിരിച്ചടിയാവും എന്നുള്ളതിൽ ചെറിയ ഒരു ആശങ്കയുണ്ട്. എങ്കിൽ തന്നെയും ചില പ്രവർത്തന മേഖലകളിൽ അത് മെച്ചപ്പെട്ട് വരുന്നത് കൊണ്ട് അത് വലിയ രീതിയിൽ നമ്മളെ ബാധിക്കില്ല എന്നാണ് ഈ നിമിഷം വരയ്ക്കുള്ള വിശ്വാസം. പക്ഷേ ഇനിയും ഇത് മുന്നോട്ട് ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് പോകും. മൂന്നാമത്തെ ഭരണം വരുമ്പോൾ ജനങ്ങൾ കാതോർത്തും കൈകോർത്തും ഇരിക്കുന്നത് ഇങ്ങനെയാണ്. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലുള്ളപ്പോഴാണ് ഞങ്ങളുടെ ക്ഷേമപ്രവർത്തനവും മറ്റുള്ള കാര്യങ്ങളും ക്രമസമാധാനവും നിലനിർത്താൻ പറ്റുന്നതായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് നമ്മൾ ശക്തമായിട്ട് പ്രതിഷേധിച്ചതാണ്. പക്ഷേ നമ്മൾ തന്നെ അത് ആ ഒരു സ്റ്റേജിൽ കൊണ്ടുവരുന്നെന്നുള്ള ജനങ്ങളുടെ ഇടയിൽ സംസാരങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് കുറച്ചുകൂടെ പാർട്ടി മേൽക്കൈകൾ ഇടപെട്ട് വിലയിരുത്തി അതിനു വേണ്ടിയുള്ള നിയമ നടപടികൾ നടത്തിയില്ലെങ്കിൽ വളരെ അപകടത്തിലേക്ക് പോകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ട്രേഡ് യൂണിയൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഒരുപാട് ഈ തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരുപാട് പോലീസിൻ്റെ ഇടയിൽ പണ്ടൊക്കെ ഭയങ്കരമായിരുന്നു. എവിടെ കൊണ്ടിട്ടാലും വണ്ടി പെറ്റിയടിക്കുക, അവരെ അനാവശ്യ കേസിൽ പിടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ കുറവുണ്ട്. എങ്കിൽ തന്നെയും ചില ഭാഗങ്ങളിൽ അത് ചെല്ലുമ്പോൾ ചില അക്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം ഈ അടുത്ത കാലത്തും ഉണ്ടായിരുന്നല്ലോ ചാലക്കകത്ത് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അടുത്ത പ്രാവശ്യം ചാലക്കകത്ത് ഉണ്ടായിരുന്ന പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഴിയോര കച്ചവടക്കാരെ കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ച് 2014 അവരെയും തൊഴിലാളികളായിട്ട് അംഗീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബില്ല് പാസ്സായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വഴിയോര കച്ചവടക്കാർ തിരുവനന്തപുരത്തല്ല കേരളമൊട്ടാകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വഴി ഒരു അംഗീകാരം കൊടുത്താണ് സർവേ നടത്തി അവർക്ക് ലിസ്റ്റാക്കി അവർക്ക് കാർഡുകൾ കൊടുത്തു. 2019 900 പേർക്ക് കാർഡ് കൊടുത്തു. അതിനുശേഷം പിന്നെ കാർഡ് കൊടുത്ത് ഇപ്പം 10,000-3000 പേരുടെ ലിസ്റ്റായി. കുറച്ച് പേരുടെ പരിശോധന നടത്തി കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഇരിക്കവേ ചില കുത്തക മുതലാളിമാരുടെ പരാതിയുടെ മേൽ പോലീസ് ഇങ്ങനെ വന്ന് അവരെ ഉപദ്രവിച്ചല്ല അവരെ ഉപജീവനം ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ചു. അപ്പോൾ അത് അറിഞ്ഞ സമയത്ത് ഞാൻ അവിടെ എത്തി പ്രതികരിച്ച് ഒരു തട്ട് പോലും എടുത്ത് മാറ്റാൻ. അല്ല, തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട സർക്കാരാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പറയുന്നത് തൊഴിലാളി സർക്കാരിന് അതിലൊന്നും തെറ്റ് പറയുന്നില്ല, അതൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പം എന്തോ കുറച്ച് തൊഴിലാളികളെ അവഗണിക്കുന്ന രീതിയിലുള്ള ഒരു പോക്കാണ് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചില ഭാഗങ്ങളിൽ നിന്ന് വരുന്നത്. അതിന് മുഖ്യ പങ്ക് പോലീസിനും ഉണ്ട്, പോലീസിൻ്റെ കളിയുമുണ്ട്. പക്ഷേ അവരെയൊന്നും എടുത്തു മാറ്റാൻ പറ്റില്ല. അവർ ജീവിക്കാൻ വേണ്ടിയിരിക്കുന്നത്. ഞാൻ അവിടെ വന്ന പോലീസ് ഉദ്യോഗസ്ഥൻ AC-യോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പാവപ്പെട്ടവരെ ആണ് എടുത്തു മാറ്റാൻ പറയുന്നത്. നിങ്ങൾ ഈ ഈസ്റ്റ് പോർട്ടിലുള്ള ട്രാൻസ്പോർട്ട് ബസ് തോന്നിയ വാസത്തിൽ പല ദിക്കിലും വണ്ടി കൊണ്ടിട്ട് റോഡ് ബ്ലോക്കാക്കിയിരിക്കുന്നു. അത് നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല, സർക്കാരിനോ കോർപ്പറേഷനോ സാധിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുക അത് നിയന്ത്രിക്കാതെ ഈ പാവപ്പെട്ടങ്ങൾ വഴിയോരത്ത് ഒതുങ്ങിയിരുന്ന് കച്ചവടം ചെയ്യുന്നവരെ എടുത്തു മാറ്റുക എന്നുള്ള പ്രവണത ആദ്യം ട്രാൻസ്പോർട്ടിൻ്റെ അവിടെ ക്ലിയർ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരെ. ഇതെല്ലാം നോക്കി നടത്തേണ്ടത് സർക്കാരാണ്. നമ്മുടെ മുഖ്യനാണ് ആഭ്യന്തരം കൈയാളുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ചില തീരുമാനങ്ങൾ എടുക്കാവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ട് അദ്ദേഹം എടുക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഞങ്ങളും അന്വേഷിക്കുന്നത്. നമുക്കും അതിനൊരു മറുപടി കിട്ടുന്നില്ല. പല നിവേദനങ്ങളും കൊടുത്തിട്ടുണ്ട്, പല കാര്യം ഇതിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും നിവേദനങ്ങൾ കൊടുത്തു പണ്ട് ഒഴിപ്പിക്കൽ വന്നപ്പോൾ. അപ്പോഴും സഡനായിട്ട് പോലീസിനെ നിർത്തിവെപ്പിച്ചു. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളോട് നടക്കുമ്പം ചിലവർ അത് ചൂണ്ടിക്കാണിച്ച് പറയുമ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ, ഈ പലയിടത്തും നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഒറ്റ സംഭവങ്ങളായി മാറുന്നത്, വലിയ സംഭവമാവുന്നത്. അപ്പോൾ അത് നമ്മൾ തൊഴിലാളി സർക്കാരെന്ന് പറയുന്ന നിലയ്ക്ക് നോക്കുമ്പോൾ അവർ കുറച്ചുകൂടെ ജാഗ്രതയായിട്ട് അത് പരിശോധിച്ച് അതിനുവേണ്ടിയുള്ള തൊഴിലാളികളും ഇവിടെ ജീവിക്കണം എന്നുള്ള രീതിയിൽ സർക്കാർ ഒരു മുൻകൈ എടുത്ത് പ്രവർത്തിച്ചാലേ ഇത് മുന്നോട്ട് ഇനി പോകുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളൊക്കെ ഇപ്പോൾ 2-3 മാസമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ചുക്കാൻ പിടിക്കണമെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ നമ്മൾ ഇടം പിടിച്ച് കയറണമെങ്കിൽ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം മുന്നോട്ട് പോയാലേ ഇനിയുള്ള കാലത്ത് LDF എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇറങ്ങി നിൽക്കാനും പറ്റും. തീർച്ചയായിട്ടും.
അതുകൊണ്ട് ആ ഭാഗത്ത് നിന്ന് വരുന്ന വീഴ്ചകൾ കണ്ടെത്തി അത് മുഖ്യമന്ത്രി അടിയന്തരമായിട്ട് ഇടപെട്ട് അതിനെല്ലാം നീക്കി മാറ്റം വരുത്തി നല്ല രീതിയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും അധികാരത്തിൽ വരണതിൽ യാതൊരു തർക്കവുമില്ല, വരും എന്നുള്ളതാണ് 100% ഉറപ്പ്. ചേട്ടാ, ഇപ്പോൾ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞിട്ട് ഒരു വന്നിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്നുള്ളത്? അയ്യപ്പ സംഘം എന്ന് പറയുന്നത് അതൊരു പേരാണ് അങ്ങനെ ഇട്ടിക്കുന്നത്. ആ സംഘത്തിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ഇങ്ങനെ ഒരു അയ്യപ്പ സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഒരു ഇതുണ്ടായിരുന്നല്ലോ, ശബരിമല കേസ്, അതിനെ ഉൾക്കൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു പേര്. അല്ല, അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞിട്ട് ശബരിമലയിൽ ഒരുപാട് വികസനങ്ങളൊക്കെ കാഴ്ചവെക്കാനാണ് സർക്കാർ അങ്ങനെ ഒരു സംഘടന ഇപ്പോൾ രൂപീകരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു പ്രശ്നം പറയുന്നു. പക്ഷേ അതിൻ്റെ വിശദാംശങ്ങളൊന്നും നമ്മളുടെ അറിവിൽ വന്നിട്ടില്ല. അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാനും പറ്റത്തില്ല.